ശ്രീകുമാർ ഇവിടെ ഇവിടെ നോക്കൂ. ഇവിടെ കെ സുധാകരൻ ഞാൻ പറയുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു ഫേസ് ഉണ്ടാവുക പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ പ്രധാനമാണ്. ഇപ്പോൾ സംഘടന സെമി കേഡറാക്കും എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം സാധ്യമായെന്ന് ഞാൻ അറിയില്ല. നേരത്തെ മൈക്ക് ഓണായിരിക്കുന്ന അറിയാം സതീഷിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വലിയ ട്രോളാവുന്നു, പരിഹാസപാത്രമാവുന്നു കണ്ടു. വാവിട്ട് പറഞ്ഞ പല പ്രതികരണങ്ങൾ കണ്ടു. അതിരുവിട്ട വെല്ലുവിളികൾ കണ്ടു. ഇപ്പോൾ ലീഗിനോട് പോലും കെ സുധാകരൻ്റെ പ്രതികരണത്തിൽ പ്രശ്നമുണ്ടായില്ലേ? കൊടപ്പനക്കിലേക്ക് പോകേണ്ടി വന്നില്ലേ? കാലത്തിന് ചേരാത്ത പല ഭാഷകൾ അദ്ദേഹം പറയുന്നില്ലേ? പുതിയ തലമുറയ്ക്ക് പറ്റാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സുധാകരനോട് മാറാൻ പറയുന്നതിന് പിന്നിൽ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് അടക്കമുള്ള പല കാരണങ്ങൾ അവിടെയുണ്ട്. അതിനു മുകളിൽ കെ സുധാകരൻ ഇന്നും പറയുന്നത് അവസാന നീക്കം എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ഒരു സമ്മർദ്ദതന്ത്രമാണോ ശ്രീകുമാർ? അല്ല, കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പ്രസിഡൻ്റായോ അന്ന് തൊട്ട് കയറ്റി തുടങ്ങിയതാണ് KPCC പുനഃസംഘടന സുധാകരനെ മാറ്റുന്നത്. ഒരു 2-3 വർഷം ഇത് കേട്ടു തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാറണോ എന്നുള്ളതല്ല, അദ്ദേഹത്തെ മാറ്റുമോ എന്നുള്ളതല്ല. പുനഃസംഘടന വരുമ്പോൾ അത് അദ്ദേഹം സ്വാഭാവികമായിട്ടും മാറ്റപ്പെടുമല്ലോ. മാറ്റപ്പെടുക എന്ന് വെച്ചാൽ ആ സ്ഥാനം ഒഴിയേണ്ടി വരുമല്ലോ. അപ്പോൾ ആ പുനഃസംഘടനയിലാണ് കാര്യങ്ങളിരിക്കുന്നത്. പുനഃസംഘടന എന്ന് പറയുമ്പം അത് കെ സുധാകരന് ഇപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യം ഹാഷ്മി ചോദിച്ചത്. അതായത് ഈ എന്തുകൊണ്ടാണ് സമ്മർദ്ദതന്ത്രമാണോ എന്ന്. ഒരു രാഷ്ട്രീയ നേതാവിന്, അതും വളരെ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. അങ്ങനെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാത്തവർ രാഷ്ട്രീയക്കാരല്ല. നല്ല വളരെ കഴിവുള്ള നേതാക്കൾ എപ്പോഴും സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും. കാരണം സമ്മർദ്ദതന്ത്രത്തിലൂടെ മാത്രമേ രാഷ്ട്രീയത്തിലെ നേട്ടങ്ങളുണ്ടാകൂ. രാഷ്ട്രീയത്തിൽ കോട്ടങ്ങൾ ഉണ്ടാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നേട്ടങ്ങൾ ഉണ്ടാകണം. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്മർദ്ദതന്ത്രം വേണം. ഈ സമ്മർദ്ദതന്ത്രം എന്ന് പറയുമ്പോൾ അത് CPMനെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ BJPയെ രക്ഷിക്കാനോ അല്ലല്ലോ. കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സമ്മർദ്ദമാണ്. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തന്ത്രം പ്രയോഗിച്ച നേതാക്കൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അത് പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. ഈ സമ്മർദ്ദതന്ത്രമായിരുന്നല്ലോ ഒരു കാലത്ത് കെ കരുണാകരനെയും AK ആൻ്റണിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമ്മർദ്ദതന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സുധാകരൻ പറയുകയാണെങ്കിൽ എന്നെ മാറ്റാൻ പറ്റില്ല, ഞാൻ മാറാൻ പോകുന്നില്ല, ഞാൻ തന്നെ നയിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രാഷ്ട്രീയ ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും.